ഡോക്ടർ ശ്യാം കുമാർ കെ. മാവേലിക്കര ലക്ഷ്മി ഭവനത്തിൽ ജി കൃഷ്ണദാസിൻ്റെയും സാവിത്രി അമ്മയുടെയും 7 മക്കളിൽ ഇളയവനായി 1969 ഏപ്രിൽ 10 ജനനം. മാവേലിക്കര കോട്ടയ്ക്കകം കൊട്ടാരം LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും 1984 SSLC പഠനം പൂർത്തിയാക്കി. തുടർന്ന് മാവേലിക്കര ബിഷപ്പ് മോർ കോളേജിൽ നിന്നും 1986 പ്രീ ഡിഗ്രിയും 1989 ഗണിതശാസ്ത്രത്തിൽ ബിരുദ പഠനവും പൂർത്തിയാക്കി. കമ്പ്യൂട്ടർ ഒട്ടും തന്നെ സാർവത്രികമല്ലാത്ത ഈ കാലഘട്ടത്തിൽ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 1992 MCA ബിരുദം കരസ്ഥമാക്കി. കാലതാമസം കൂടാതെ അതേ വർഷം തന്നെ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മെഡ്ലി VXO സോഫ്റ്റ്വെയർ സപ്പോർട്ട് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു. 1995 നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസിൽ അധ്യാപകനായി നിയമനം ലഭിച്ചു. 1996 നവംബർ 8 ബഹുമാനപ്പെട്ട നായർ സർവീസ് സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള NSS കോളേജ് രാജകുമാരിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ ലെക്ചററായി നിയമിതനായ ശ്യാം സർ ഏറ്റവും കൂടുതൽ കാലം വകുപ്പ് അധ്യക്ഷനായി എന്ന ഖ്യാതിയോടെയാണ് ഈ കലാലയത്തിൽ നിന്നും വിരമിക്കുന്നത്. 1995 ഡിസംബർ 28 സാറിന്റെ വിവാഹം. ഏവൂർ സ്വദേശിനി ശ്രീമതി ഹേമ M ആണ് ജീവിത സഖി. താരചേച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഹേമ ടീച്ചർ പന്തളം NSS ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപികയാണ്. 1997 മെയ് 22 മൂത്ത മകൾ മീരക്കുട്ടി എന്ന് ഞങ്ങൾ വിളിക്കുന്ന നിരഞ്ജന S ജനനം. അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ നിരഞ്ജന ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ബാംഗ്ലൂരിൽ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് ഉപരിപഠനത്തിനായി UK പോവുകയും പഠനം പൂർത്തിയാക്കിയതിനു ശേഷം UKയിലുള്ള ESG ഗ്ലോബലിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു. 2024 മെയ് 10 നിരഞ്ജനയുടെ വിവാഹം. കമ്പ്യൂട്ടർ എഞ്ചിനീയറായ വിവേകാണ് നിരഞ്ജനയുടെ ജീവിത പങ്കാളി. 2005 മാർച്ച് 23 ഇളയ മകൾ അമ്മിണി എന്ന് ഞങ്ങൾ വിളിക്കുന്ന നിവേദിത S ജനിച്ചു. അമൃത വിശ്വവിദ്യാപീഠത്തിൽ 4ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് നിവേദിത. ഈ കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഭാഗത്തിൻ്റെ പ്രഥമ വകുപ്പ് അധ്യക്ഷനായ പ്രൊഫസർ ഡോക്ടർ G രാജു സാറിൻ്റെ മേൽനോട്ടത്തിൽ 2019 മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ശ്യാം സർ ഗവേഷണം പൂർത്തിയാക്കി. കേരളത്തിലെ മിക്ക സർവകലാശാലയുടെ അക്കാദമിക് ബോഡികളിൽ അംഗമായും ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ചെയർമാൻ, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ, കോർഡിനേറ്റർ, ബോർഡ് ഓഫ് എക്സാമിനേഴ്സ്, ചെയർമാൻ, സ്ക്രീനിംഗ് കമ്മിറ്റി, ഇൻസ്പെക്ഷൻ ടീം, സബ്ജക്ട് എക്സ്പെർട്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുദീർഘവും സുന്ദരവുമായ അധ്യാപന ജീവിതത്തിലൂടെ തലമുറകൾക്ക് പ്രചോദനമായും വഴികാട്ടിയായും നിലകൊണ്ട ഈ ഗുരുശ്രേഷ്ഠൻ നമ്മുടെ ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നത് മൂലം ഒഴിച്ചിടുന്നത് പകരം വെക്കാൻ ആളില്ലാത്ത ഒരു സിംഹാസനമാണ് എന്നത് ഒരു വിങ്ങലായി നിലകൊള്ളുന്നു. കെട്ടിലും മട്ടിലും വാക്കിലും നോക്കിലും അച്ചടക്കത്തിൻ്റെ ആൾ ദൈവമായി നിലകൊണ്ട് രാജകുമാരി കോളേജിന് അതിൻ്റേതായ സംസ്കാരം രൂപപ്പെടുത്തി കാരണതുല്യമായി കർക്കശ്യത്തോടെ അത് നടപ്പിലാക്കിയത് ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ പ്രാണനായി എക്കാലവും നിലകൊള്ളും. നഷ്ടമാണ്, നികത്താനാവുന്നതല്ല രാജകുമാരി കുടുംബത്തിന്. എല്ലാ ഭാവങ്ങളും നേരുന്നു സർ. നന്ദി.